അല്ല അങ്ങോട്ട് പോയില്ലേ. വൈകാരികമായ ഒരു നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഇടവകയുടെ പ്രതിനിധികൾ
സമുദായത്തിലെ മൺമറഞ്ഞവരെ അനുസ്മരിച്ച് നടത്തുന്ന പ്രാർത്ഥന. 16 നൂറ്റാണ്ടുകൾക്കുമപ്പുറം നമ്മെ വളർത്തി നാം ആക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച നമ്മുടെ പൂർവികരെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഉത്ഥാനത്തിനാൾ ആഘോഷിക്കാൻ ദീപാവലിയിലേക്ക് പോകുന്ന നിമിഷം ഈ ഒരു പ്രാർത്ഥന ചെല്ലുവാൻ തീർച്ചയായിട്ടും ഇന്ന ദിവസമില്ല. ഏത് ദിവസവും ഏറ്റവും അർത്ഥവത്തായ വ്യക്തി സമുദായത്തിൻ്റെ നിരപേക്ഷനായിട്ടുള്ള അഭിവന്യ മാത്യു മുലക്കാട്ട് പിതാവാണ്. ഇപ്രാവശ്യത്തെ പ്രാർത്ഥനയ്ക്ക് ചെറിയ ഒരു രൂപം, ഒരു പ്രാർത്ഥന നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ സാധാരണ ചെല്ലാറുള്ള മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള 5 നിയോഗ പ്രാർത്ഥനകൾ ഇതിൻ്റെ അവസാനമായിട്ട് ചൊല്ലി പൂർത്തിയാക്കുന്നതാണ്. നിത്യനായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് നല്ലവനും മാധുര്യവാനും ദയാലുവും കരുണാവാരിധിയുമാകുന്നു. ഞങ്ങൾ അങ്ങയെ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്താൽ ആകാശവും ഭൂമിയും അനുരഞ്ജനപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആദത്തിന്റെ വംശജരായ മാനവകുലം മുഴുവൻ ഉചിതനായ മിശിഹായിൽ ആനന്ദിക്കുന്നു. മരണത്തിന്റെ തടവറയായ ശിയോനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ബന്ധിതരായിരുന്നവർക്ക് പ്രത്യാശ നൽകുകയും സകലർക്കും പുനരുത്ഥാനവും നവീകരണവും വാഗ്ദാനം ചെയ്യുകയും ചെയ്ത സ്വർഗീയ മണവാളനായ മിശിഹായെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉത്ഥാനത്താൽ സർവ്വസൃഷ്ടികളും സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. എന്തെന്നാൽ അങ്ങ് വഴി ലോകത്തിന് കൈവന്ന രക്ഷയിൽ സകലരും പങ്കാളികളായിരിക്കുന്നു. മധ്യപൂർവദേശത്തു നിന്നും ഉത്ഥാനത്തിന്റെ സദ്വാർത്തയുമായി ഈ ഭാരതഭൂമിയിലേക്ക് പുറപ്പെട്ട ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അങ്ങ് കാരുണ്യപൂർവ്വം സ്മരിക്കണമേ. ആ യാത്രക്കിടയിൽ കടലിന്റെ ആഴങ്ങളിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഉത്ഥാനത്തിന്റെ മഹിമ ദർശിക്കാൻ ഇടവരുത്തേണമേ. മരണത്തിന്മേൽ അങ്ങ് വിജയം കൈവരിച്ചപ്പോൾ കടലിലും കരയിലും അങ്ങയുടെ അനുരഞ്ജനത്തിന്റെ പ്രകാശം ഉദിച്ചുവല്ലോ. പടിഞ്ഞാറ് നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പിതാക്കന്മാർ നീതിസൂര്യനായി കിഴക്ക് നിന്ന് ഉദിച്ചുയർന്ന മിശിഹായുടെ തേജസ്സിലേക്ക് വിഴി തുറക്കട്ടെ. അങ്ങയുടെ മഹത്വപൂർണമായ 2ാം വരവിൽ അങ്ങേതിരേക്കുവാൻ വലതുഭാഗത്ത് അവരെയും ഞങ്ങളെയും അർഹരാക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. മാർത്തോമാസ്ലിഹായുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ മെസൊപ്പൊത്താമിയയിൽ നിന്നും പടിഞ്ഞാറൻ കടൽ കടന്ന് യാത്ര തിരിച്ച 72 കുടുംബങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സ്മരണ ഞങ്ങളിൽ നിലനിർത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുർഘടമായ കടൽ യാത്രയിൽ മരണമടയുകയും കടലിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കണമെന്നും അവർക്ക് പ്രകാശത്തിന്റെ ഭവനത്തിലേക്ക് നിത്യവിശ്രമം നൽകണമെന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാധ്യസ്ഥം സദാകാലം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേലും ഉണ്ടാകുന്നതിനായി കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുമുള്ള ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയതുപോലെ ഞങ്ങളെയും വഴി നടത്തണമെന്നും
വിശുദ്ധിയിൽ നിലനിർത്തണം കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈശോയെ പകർന്നു തന്ന സഭയെ സ്മരിക്കാതെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകില്ലെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ പോലെ എപ്പോഴും വിശ്വാസത്തിൽ ഒന്നായിരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസികളെ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഏകദൃഢമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസിന്റെ ആത്മാക്കൾക്ക് മോക്ഷം തരുവാനടിയാകട്ടെ. അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ മനം കൊടുത്താൽ മോക്ഷത്തിന് വേണ്ടിയാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറ്റുവിശ്വാസികളുടെ അമ്മ പൂർത്തിയായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞുടമേ, സൃഷ്ടി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ചുവിശ്വാസികളെ മോക്ഷിച്ചു അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മറ്റു ശ്വാസോച്ഛ്വാസങ്ങൾ ചേർന്നാലും ഗുണഗുണത്താൽ മോക്ഷം ചെയ്തുവാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്താൽ സഭയുടെ ശിരസ്സായി ഉയർത്തപ്പെടുകയും സ്വർഗത്തിൽ നവവൃന്ദം മാലാഖമാരാൽ അനവരതം സ്തുതിക്കപ്പെടുകയും ഉത്ഥാനത്തിന്റെ നാളിൽ ഭൗമികരാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ കൃപയാൽ എല്ലാവരെയും രക്ഷിക്കുകയും
തിരുവുത്ഥാനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ കരുണയുടെ വലം കൈ നീട്ടുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥായ എന്നേക്കും. വീണ്ടും ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ കരിങ്കൽ കുരിശ് ചുറ്റിയതിനു ശേഷമായിരിക്കും പ്രധാന കവാടത്തിലൂടെ നാം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്.